നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിൽ ഒരാളെ പട്ടാമ്പി എക്സൈസ് പിടികൂടി. ഷൊർണൂർ കവളപ്പാറ സ്വദേശി നാരായണൻകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. റോഡരികിൽ വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിലാണ് ഷൊർണൂർ കവളപ്പാറ സ്വദേശിയെ പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടിയത്. കവളപ്പാറ ചോലയിൽ വീട്ടിൽ നാരായണൻകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. 57 വയസ്സാണ്. ഇയാളിൽ നിന്നും 2 ലിറ്റർ വിദേശ മദ്യവും 1200 രൂപയും പിടിച്ചെടുത്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, കെ മണികണ്ഠൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോർ പറഞ്ഞു. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ പട്ടാമ്പി താലൂക്കിൽ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും അദ്ദേഹം സൂചിപ്പിച്ചു. SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളൊരു സന്ദേശമാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഫോൺ നമ്പർ ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ഈ ഫോമിൽ സബ്മിഷൻ ചെയ്യാനുള്ള ഫോമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ആധാർ കാർഡ് നമ്പർ ഇല്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫോം ഒപ്പിട്ട് നൽകിയ എല്ലാവരുടെയും പേര് ഡ്രാഫ്റ്റ് റോളിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം സംശയമുള്ള കേസുകളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ വരുന്ന കേസുകളിലാണ് വിചാരണയ്ക്ക് വരുന്നതും മറ്റും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രോജനി മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ആ മാപ്പിംഗ് നടത്തിയതിൽ കൃത്യമായിട്ടല്ലാത്ത കേസുകളിൽ ഹിയറിംഗ് നോട്ടീസ് അയക്കും. ഹിയറിംഗിന് വിധേയമായിട്ട് അവരുടെ പേര് ഉൾപ്പെടുത്തും. എല്ലാവരുടെ പേരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിതരണം ചെയ്ത ഫോമുകൾ പൊതുജനങ്ങൾ ഒപ്പിട്ട് തിരിച്ച് BLOമാരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ, പൊതുജനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സന്നദ്ധ സേന പ്രവർത്തകരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് BLOമാരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കോടനാട് സിദ്ദിഖുൽ അക്ബർ ബനാത്ത് യതീംഖാന 32ാം വാർഷികവും 5ാം സന്നദ്ധദാന സമ്മേളനവും ഡിസംബർ 5 വെള്ളിയാഴ്ച മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് കോടനാട് പ്രദേശത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സുത്യർഹമായ സേവനം ചെയ്യുന്ന അനാഥ അഗതി വിദ്യാ കേന്ദ്രമാണ് സിദ്ദിഖുൽ അക്ബർ ബനാത്ത് യതീംഖാന. സ്ഥാപനത്തിന്റെ 32ാം വാർഷികത്തിന്റെ ഭാഗമായി മതപ്രഭാഷണം, ദിക്കർ ദുആ മജ്ലിസ്, ഖുത്ബിയ്യത്ത് വാർഷികം എന്നിവ സംഘടിപ്പിക്കും. ഡിസംബർ 5 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്ഥാപന ട്രഷറർ തട്ടത്താഴത്ത് ബക്കർ ഹാജി പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന മൗലിദ് സദസ്സിന് സയ്യിദ് സുബൈർ തങ്ങൾ കറുകപ്പുത്തൂർ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ 3 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിക്കും. സമ്മേളനോപഹാരമായ നിലാവ് മാഗസിൻ സയ്യിദ് SMK തങ്ങൾ തണ്ണീർക്കോട് മജീദ് ഹാജി പട്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്യും. 6 ശനിയാഴ്ച വൈകിട്ട് 6:30 GM സുലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും. റൂഹി ബയാൻ ഉസ്താദ് നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനം മതപ്രഭാഷണം നിർവഹിക്കും. അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ 32ാം വാർഷികവും ഈ സ്ഥാപനത്തിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫളീല പഠനം, ആ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ 5ാം സന്നദ്ധാന സമ്മേളനവും ഈ വരുന്ന ഡിസംബർ 5, 6, 7 തീയതികളിലായി ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുകയാണ്. 5-ാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച 4:30 ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറർ TM ബക്കർ ഹാജി പതാക ഉയർത്തുന്നതോടുകൂടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും.
ഡിസംബർ 7 ഞായറാഴ്ച രാവിലെ 9:30 ഫാളില ഫളീല പഠനം പൂർത്തിയാക്കിയ 52 യുവ പണ്ഡിതർക്ക് സനതദാനം നടത്തും. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അധ്യക്ഷത വഹിക്കും. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും. പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറ അംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകും. അബ്ദുൽ ഖാദിർ ഫൈസി തലക്കശ്ശേരി സനതദാന പ്രഭാഷണം നിർവഹിക്കും. ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക 4ാമത് ഫ്ലല അവാർഡ് TS കുഞ്ഞയ്യമ്മ ഹാജി കോടനാടിന് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നൽകും. ഫാളിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷാക്കിറ ഹന്ന PK എടച്ചലത്തിന് TM മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫളീലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സന C ആനക്കരയ്ക്ക് MV ഉണ്ണിഹാജി സ്മാരക അവാർഡും നൽകും. അബ്ദുൽ ഖാദിർ ഫൈസി തലക്കശ്ശേരി, TS കുഞ്ഞയ്യമ്മ ഹാജി ബക്കർ ഹാജി തട്ടത്താഴത്ത്, PY കുഞ്ഞിമോൻ ഹാജി കോതച്ചിറ, MV അബ്ദുറഷീദ് TA റഷീദ് കൊടനാട് തട്ടത്താഴത്ത് ഉമ്മർ ഹാജി, ഉമ്മർ നുജൂമി, ഉബൈദ് ആലൂർ, സലാം ഹുദവി, ലത്തീഫ് മദനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉൾപ്പെടെയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും നമ്മുടെ സ്ഥാപനം നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് കുട്ടികൾക്ക് പഠനത്തിൻ്റെ തണലും എല്ലാ സൗകര്യത്തോടു കൂടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനവുമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ദുആകളും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനവുമായി എല്ലാവരും സഹകരിക്കണം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. ഗോളടിച്ചാൽ മാതാപിതാക്കളുടെ വോട്ട് വാങ്ങിത്തരണം. കുട്ടികളോട് പന്തയം വെച്ച് കപ്പൂർ പഞ്ചായത്ത് 11ാം വാർഡ് LDF സ്ഥാനാർത്ഥി P ശിവൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ദൃശ്യങ്ങൾ. വോട്ടില്ലാത്ത കുട്ടികളും സ്ഥാനാർത്ഥിയും തമ്മിലൊരു ഷൂട്ടൌട്ട് മത്സരം. കപ്പൂർ പഞ്ചായത്തിൽ 11ാം വാർഡിൽ മത്സരിക്കുന്ന മുൻ അംഗം കൂടിയായ LDF സ്ഥാനാർത്ഥി ശിവനാണ് കഴിഞ്ഞ ദിവസം പ്രചരണത്തിനിടെ ഫുട്ബോൾ കളിക്കാരായ കുട്ടികളുമായി പന്തയം വെച്ചത്. ഈ ചെറിയ പോസ്റ്റിലേക്ക് ഞാൻ ഗോളടിക്കാം, ജയിച്ചാൽ അമ്മമാരുടെ വോട്ട് വാങ്ങിച്ചു തരോ? സ്ഥാനാർത്ഥിയുടെ ചോദ്യം. തരാമെന്ന് കുട്ടികൾ. തോറ്റാൽ സ്ഥാനാർത്ഥി പുതിയ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുകയും വേണം. പഴയ ഫുട്ബോൾ കളിക്കാരനായ ശിവൻ അളന്നുമുറിച്ച് നീട്ടിയടിച്ചപ്പോൾ കൃത്യമായി പോസ്റ്റിലേക്ക്. ശിവേട്ടിന് നൽകിയ വാക്കുപാലിക്കാൻ അമ്മമാരോട് വോട്ട് അഭ്യർത്ഥിക്കാമെന്ന് കുട്ടികൾ. സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലും തരംഗമായി. കഴിഞ്ഞ തവണ 8ാം വാർഡിൽ നിന്ന് ജയിച്ചു കയറിയ ശിവൻ ഇത്തവണ മത്സരിക്കുന്നത് UDFന്റെ സിറ്റിംഗ് സീറ്റിലാണ്. UDFനായി K ശിഹാബും NDA സ്ഥാനാർത്ഥിയായി M അശോകനും മത്സരിക്കുന്ന വാർഡിൽ ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ കീഴായൂരിൽ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ മത്സരം ശ്രദ്ധേയമാകുന്നു. ഇരുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണവും തകൃതിയാണ്. നാട്ടിൽ ഉത്സവകാലമായാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികളാണ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊമ്പ് കോർക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ 17ാം ഡിവിഷനിലാണ് ഈ വേറിട്ട മത്സരം. പരസ്പരം സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഇവരുടെ മത്സരം സൗഹൃദപരമാണ്. കീഴായൂർ ദേശത്തെ പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളാണ് മത്സരരംഗത്തുള്ളത്. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ബോധിക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ R സന്തോഷ് LDF സ്ഥാനാർത്ഥിയായി ഡിവിഷനിൽ മത്സരിക്കുന്നത്. കീഴായൂർ ദേശപുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് S കൃഷ്ണദാസ് UDF സ്ഥാനാർത്ഥിയായും കമ്മിറ്റി സെക്രട്ടറി B കൃഷ്ണദാസ് NDA സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട്. ഡിവിഷനിലെ മത്സരം വാശിയേറിയതാണെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളും. തിരഞ്ഞെടുപ്പിലെ വിജയം പ്രധാനമാണെന്ന് LDF സ്ഥാനാർത്ഥി R സന്തോഷ് പറഞ്ഞു. പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം, ഈ ആവേശം ഞങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാ പാർട്ടി സഖാക്കൾക്കും ഉണ്ട്. അതിന്റെ
ആവേശത്തിന്റെ അത്യുന്നതങ്ങളിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം പോകുന്നത്. എല്ലാവരോടും പറയാനുള്ളത് വോട്ട് ചെയ്ത് സഹായിക്കണം എന്നാണ്. നിലവില് മത്സരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളും കിഴായൂരിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. നേരത്തെ ഇൻട്രോയിലൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. എന്നിരുന്നാലും ക്ഷേത്രത്തിന്റെ എന്ന് മാത്രമല്ല നാടിന്റെ ആകെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സൗഹൃദം പഴയതുപോലെ തന്നെയാണ്. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി C കൃഷ്ണദാസിന്റെ പക്ഷം. ജനനം നിലവിൽ 2 റൗണ്ട് ആദ്യം ഇറങ്ങിയിരുന്നു. ഇപ്പോൾ അഭ്യർത്ഥനയായിട്ട് ഇറങ്ങിയാണ്. 3ാം റൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ 17 ഡിവിഷനിൽ ഇറങ്ങിയിട്ടുള്ളത്. അല്ല, പൂര കമ്മിറ്റിയുമായി എന്നുള്ളതല്ല, നമ്മളെല്ലാവരും നാട്ടിലെ എല്ലാ ആളുകളായിട്ടും സൗഹൃദം തന്നെ. അതിൽ പൂരം നേർച്ച നമ്മളെല്ലാ കമ്മിറ്റികളിലുള്ള ആളാണ്. പൂര കമ്മിറ്റിയിൽ അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച കമ്മിറ്റിയിലുള്ള ആളാണ്. നമ്മൾ മറ്റുള്ള ആഘോഷങ്ങളിലൊക്കെ എല്ലാ ഭാഗമൊക്കെ ആളാണ്. അപ്പോൾ ഈ പൂര കമ്മിറ്റിയിൽ ഉപരി എല്ലാ ആളുകളായിട്ടും നമ്മൾ സൗഹൃദം പങ്കുവെക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ആ ടൈം കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ സൗഹൃദം എന്നും നിലനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഡിവിഷനിൽ സൗഹൃദ മത്സരമാണ് നടക്കുന്നതെന്നാണ് NDA സ്ഥാനാർത്ഥി E കൃഷ്ണദാസ് പറയുന്നത്. പ്രചരണം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ 2ാം റൗണ്ട് ഇറങ്ങി എല്ലാ വീടുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയുക, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് 3 പേരും. നമ്മുടെ ഒപ്പമുള്ള മറ്റേ കൃഷ്ണദാസ് ആയാലും സന്തോഷായാലും പിന്നെ ഞാനൊരു കൃഷ്ണദാസാണ്. അങ്ങനെ 3 ആളാണ് ഇപ്രാവശ്യം മത്സരരംഗത്തുള്ളത്. അത് നല്ല ഒരു സൗഹൃദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. 3 പേർക്കും ഡിവിഷനിലെ ആളുകളുമായി നല്ല ബന്ധമാണുള്ളത്. പൂരക്കാലത്തെ ഒരുമിച്ച് വീടുകൾ കയറി ഇറങ്ങുന്നവർ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കായാണ് വീടുകളിൽ എത്തുന്നതെന്ന് മാത്രം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശങ്ക വോട്ടർമാരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവിഷനിൽ ആര് വിജയിക്കുമെന്നതും ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പട്ടാമ്പി ആമയൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എയ്ഡ്സ് വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് എയ്ഡ്സ് വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. സെക്രട്ടറി ഹംസ K സെയ്ദ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പദീൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വൈസ് പ്രിൻസിപ്പൽ VP ഗീത അധ്യക്ഷയായിരുന്നു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ T ദിലീപ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കൺവീനർ ഷബാന P നിമിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എയ്ഡ്സ് രോഗം പിടിപെട്ടവരുടെ മക്കളിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കൊക്കെ ഈ രോഗം വളരെ വേഗത്തിൽ കടന്നു വരും എന്നുള്ള ഒരു ദുരന്തമായ സാഹചര്യം, വളരെ പ്രയാസകരമായ സാഹചര്യം. അതുപോലെ തന്നെ ഈ എയ്ഡ്സ് രോഗിയുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് രോഗം പിടിപെടാനുള്ള വലിയ സാധ്യതയും, നേരത്തെ പറഞ്ഞ പോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗമൊക്കെ അത് പരസ്പരം കൈമാറുന്നത്, അത് കുത്തിവെക്കുന്നത്, ഇതിലൂടെയും വളരെ വലിയ ഒരു സാധ്യതയാണ് ഈ രോഗം നമ്മെ തേടി എത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭീകരത തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല എന്നുള്ള ഒരു സത്യം നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന തന്നെ ലോകാടിസ്ഥാനത്തിൽ ഈ മഹാദുരന്തത്തിനെതിരെ വളർന്നു വരുന്ന തലമുറയെ കൃത്യമായി ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധവൽക്കരണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ മഹാമാരിയെ പഠിപ്പ് പുറത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.